ഈ പ്രാവശ്യത്തെ SSLC ഫിസിക്സ് എക്സാമിൽ എന്തായാലും നിങ്ങൾ പരീക്ഷാ പേപ്പറിൽ കാണാൻ പോകുന്ന ഒരു ചോദ്യമായിരിക്കും ഇതുപോലത്തെ ഒരു ചോദ്യം. നോക്കിക്കേ, when an object is placed in front of a concave mirror at a distance of 60 cm and an image is formed on a screen, find the focal length. ഫോക്കസിലേക്കുള്ള ദൂരം കണ്ടുപിടിക്കാനുള്ള ചോദ്യം. അതുപോലത്തെ വേറെ പല ചോദ്യങ്ങളും അതുപോലത്തെ തന്നെ സെയിം ചോദ്യങ്ങളുണ്ട്. 2022 മാർച്ച് പബ്ലിക് പരീക്ഷയിൽ 2021 പബ്ലിക് പരീക്ഷയിൽ അപ്പോൾ എല്ലാ വർഷത്തെ പരീക്ഷയിലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തരം ചോദ്യമാണ് ഈ മിറർ ഇക്വേഷൻ, മിററിൻ്റെ സമവാക്യം വെച്ചിട്ടുള്ള ഒരു ചോദ്യം. അപ്പം എന്തായാലും ചോദിക്കുക മാത്രമല്ല 4 മാർക്കിനായിരിക്കും ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ ആ 4 മാർക്ക് 100% ഉറപ്പാക്കണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെയും കാണാം. ഓൾസോ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതുപോലത്തെ മറ്റുള്ള സബ്ജക്ട്സിനും ഫിസിക്സിനും ഇനിയുള്ള കെമിസ്ട്രിക്കും ബയോളജിക്കും മാത്സിനും ഒക്കെ ഇതുപോലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് വീഡിയോസ് നമ്മുടെ ഈ ചാനലിൽ വരുന്നതായിരിക്കും. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം മക്കളെ. ഈ ചോദ്യം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട വളരെ സിമ്പിൾ തിയറി മാത്രമേ ഉള്ളൂ. തിയറി ഇത്രയേ ഉള്ളൂ. മിററിൻ്റെ ഇക്വേഷൻ ഇതാണ്: 1/, ഫോക്കൽ ലെങ്ത് ഇസ് ഈക്വൽ ടു 1/v പ്ലസ് 1/u. 1/, ഫോക്കസിലേക്ക് ദൂരം എന്ന് പറഞ്ഞാൽ 1/v എന്ന് പറഞ്ഞാൽ ഇമേജിലേക്കുള്ള ദൂരം, പ്രതിബിംബത്തിലേക്കുള്ള ദൂരം, പ്ലസ് 1/u എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിലേക്കുള്ള വസ്തുവിലേക്കുള്ള ദൂരം. ആ ദൂരം മാത്രമാണ്, ആ ദൂരം കണക്ട് ചെയ്യുന്ന ഇക്വേഷനാണ്. ഇത്രയേ ഉള്ളൂ. ഇതിനാണ് മിറർ ഇക്വേഷൻ അഥവാ മിറർ സമവാക്യം നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ സംഭവമാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, ഫോക്കൽ ലെങ്തിൻ്റെ രൂപത്തിൽ എഴുതാം. അത് F = uv / u + v എന്ന് എഴുതാം. രണ്ട് രീതിയിൽ ഓർത്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഓരോ ആവശ്യത്തിന് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഫോക്കൽ ലെങ്ത് ഡയറക്റ്റ് കണ്ടുപിടിക്കാനും നമുക്ക് ഇത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാം. ഇനി ഒരു മാഗ്നിഫിക്കേഷൻ്റെ ആവർത്തനത്തിൻ്റെ ഒരു ഇക്വേഷൻ കൂടി ഉണ്ട്, അത് ഓർത്ത് വെക്കണം. -v/u ആണ്. മാഗ്നിഫിക്കേഷൻ എന്താണ് മക്കളെ? -v/u ആണ്. മാഗ്നിഫിക്കേഷൻ പറഞ്ഞാൽ എന്താണ്? ഹൈറ്റ് ഓഫ് ഇമേജ് / ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് എന്നും കൂടിയാണ്. അത് ഓർത്ത് വെക്കാം. ഇമേജിൻ്റെ പ്രതിബിംബത്തിൻ്റെ ഉയരം ഡിവൈഡഡ് ബൈ നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ വസ്തുവിൻ്റെ ഉയരം. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷനും ഈ ഇക്വേഷനും കൂടി പഠിച്ചു വെക്കുക. ഈ ഇക്വേഷൻ തന്നെയാണ് ഈ ഇക്വേഷൻ കൊണ്ട് സെപ്പറേറ്റ് പഠിക്കാൻ മാത്രമൊന്നുമില്ല. ഇത് പഠിച്ചു വെച്ചാൽ നമുക്ക് എല്ലാ ചോദ്യം കൂടി ഉത്തരം പറയാൻ പറ്റും. ഓക്കെ, നമുക്കൊരു ചോദ്യം ചെയ്തു നോക്കാം, എന്നിട്ട് നമുക്ക് മനസ്സിലാക്കി എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു ചോദ്യം പരീക്ഷയിൽ 4 മാർക്കിനൊക്കെ വലിയ ചോദ്യമൊക്കെയാണ് വരിക. അപ്പോൾ എങ്ങനെ പരീക്ഷ നമുക്ക് ഉത്തരം കൊടുക്കുന്നത് മനസ്സിലാക്കാം. അത് എന്ത് ചെയ്തിട്ട് തന്നെ ഒരു പ്രീവിയസ് ഇയർ പബ്ലിക് എക്സാമിൽ ചോദിച്ചൊരു ചോദ്യം ചെയ്ത് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ ചോദ്യം വായിക്കാം. വെൻ ആൻ ഒബ്ജക്റ്റ് ഓഫ് ഹൈറ്റ് 5 cm ഇറ്റ് ഇസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 12 ഇത് വേണ്ടല്ലോ, വേറെ ക്വസ്റ്റൻ ഉണ്ട്. ഈ ക്വസ്റ്റൻ പഠിക്കും. വാ, ഇത് പബ്ലിക് എക്സാമിൽ വന്നാട്ടോ, അത് കഴിഞ്ഞിട്ട് മറ്റേ ചെയ്യാം. When an object is placed in front of a concave mirror at a distance of 60 cm, an image is formed on screen at a distance of 30 cm from the mirror. Find the focal length of the mirror. ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ 60 സെൻറ്റിമീറ്റർ മുന്നിലായി ഒരു വസ്തു വെച്ചപ്പോൾ ദർപ്പണത്തിൽ നിന്ന് 30 സെൻറ്റിമീറ്റർ അകലെ സ്ക്രീനിൽ പ്രതിബിംബം ലഭിക്കുന്നു. ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം കണക്കാക്കുക. ഓക്കെ, അപ്പോൾ ആലോചിച്ച് നോക്കുക. കോൺകേവ് മിററാണ്. ജസ്റ്റ് ഒന്ന് വരച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. പരീക്ഷയിൽ ആവശ്യമില്ല വരയ്ക്കുന്നത്, പക്ഷെ ഒന്ന് മനസ്സിലാക്കാൻ നല്ലതായിരിക്കും. ഓക്കെ, ഇതാണ് സിറ്റുവേഷൻ. കോൺകേവ് മിറർ അറ്റ് എ ഡിസ്റ്റൻസ്. ഒബ്ജക്റ്റ് എവിടെയാണ് മക്കളെ? വസ്തു എവിടെയാണ്? 60 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ വസ്തുവിനെ നമ്മൾ എപ്പോഴും എന്താണ് മിററിൽ എവിടെ വെക്കുക? ഇവിടെയാണോ അവിടെയാണോ വെക്കുക? എപ്പോഴും ലെഫ്റ്റ് സൈഡിലാണ് വെക്കുക, മുകളിലാണ് വെക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. ആരാണത്? നമ്മുടെ ഒബ്ജക്റ്റ് ആണ്. O എന്ന് വെച്ച് കാണിക്കാം. ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം 60 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞാൽ അത് എവിടെ നിന്നുള്ള ദൂരമാണ്? ഈ മിററിൽ നിന്നുള്ള ദൂരമാണ്, മിററിൻ്റെ പോളിൽ നിന്നുള്ള ദൂരമാണ്. അപ്പോൾ ഏതാണ് 60 സെൻറ്റിമീറ്റർ? നമ്മുടെ അടുത്തുള്ള ദൂരമല്ല, മിററിൽ നിന്നുള്ള ദൂരമാണ്. ഇതാണ് 60 സെൻറ്റിമീറ്റർ ഒബ്ജക്റ്റിലേക്ക്. ദിസ് ഇസ് 60 സെൻറ്റിമീറ്റർ. അത് മനസ്സിലായി? ആൻഡ് ഇമേജ് ഇസ് ഒബ്റ്റെയിൻഡ് ഓൺ എ സ്ക്രീൻ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 30 സെൻറ്റിമീറ്റർ ഫ്രം ദി മിറർ. ഇമേജ്, ഒരു പ്രതിബിംബം രൂപീകരിച്ച് എവിടെയാണ്? മിററിൽ നിന്ന് 30 സെൻറ്റിമീറ്റർ അകലെ. ഇനി ആലോചിച്ച് നോക്ക്, 30 സെൻറ്റിമീറ്റർ അകലെ ഇവിടെ പുറത്താവാം, അല്ലെങ്കിൽ മിററിൻ്റെ ഉള്ളിലും ആവാം. ഇമേജ് മിററിൻ്റെ ഉള്ളിൽ വരാം, കുഴപ്പമൊന്നുമില്ല. ഒബ്ജക്റ്റ് മിററിൻ്റെ ഉള്ളിൽ വരില്ല, അല്ലേ? കണ്ണാടിൻ്റെ ഉള്ളിൽ ഒബ്ജക്റ്റ് കയറിയിരിക്കും, സാധനം കയറിയിരിക്കും. ഈ പെന്ന് കൊണ്ട് ഞാൻ മിററിന് മുമ്പിൽ വെച്ചാൽ പെന്നുള്ളിൽ കയറിയിരിക്കും. ഇല്ല, പെണ്ണിൻ്റെ ഇമേജ് ഉള്ളിൽ വേണേ ആവാം, പെണ്ണിൻ്റെ ഇമേജ് ആക്ച്വലി വേണേൽ പുറത്തു ആവാം. പക്ഷെ ഇതിപ്പോൾ എവിടെ ആയിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കി നിങ്ങളെ. ഇവർ പറയുന്നുണ്ട് ഇറ്റ് ഈസ് ഒബ്റ്റെയിൻ ഓൺ എ സ്ക്രീൻ എന്ന് പറയുന്നുണ്ട്. ഒരു സ്ക്രീനിൽ അത് രൂപീകരിക്കുന്നതാണ് പറഞ്ഞത്. ഒരു സ്ക്രീനിൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്ത് കിട്ടി മക്കളെ. ഒരു സ്ക്രീന് നിങ്ങൾ ഇവിടെയാണോ വെക്കുക, അല്ലെങ്കിൽ മിററിൻ്റെ ഉള്ളിൽ കൊണ്ട് വെക്കാൻ പറ്റുമോ? അതിനുള്ള കഴിവൊക്കെ നിങ്ങൾക്ക് ഉണ്ടോ? മിററിൻ്റെ ഉള്ളിൽ കൊണ്ട് സ്ക്രീൻ വെക്കാൻ ഇല്ല. അപ്പോൾ സ്ക്രീൻ മിററിൻ്റെ പുറത്തേ ഉണ്ടാവുക, ഇവിടെ തന്നെയാണ് ഉണ്ടാവുക, മിററിൻ്റെ ഉള്ളിലല്ല. അപ്പോൾ സ്ക്രീനിൽ ലഭിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു റിയൽ ഇമേജ് ആണ്, യഥാർത്ഥ ഇമേജ് ആണ്. അപ്പോൾ സ്ക്രീനിൽ ലഭിച്ചു, അല്ലെ ഈ റിയൽ ഇമേജ് ഫോം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് ഇവിടെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആ ഇമേജ് എവിടെയായിരിക്കും മക്കളെ? ഇവിടെ തന്നെയായിരിക്കും, 30 സെൻറ്റിമീറ്റർ അകലെ. അപ്പോൾ ഏതാണ്ട് ഇവിടെ ആയിരിക്കും വരിക.
ഇമേജ് എത്ര ഡിസ്റ്റൻസ് അകലെയാണ് 30 സെൻറ്റിമീറ്റർ അല്ല. അപ്പോൾ ഇത് 30 സെൻറ്റിമീറ്റർ ആയിരിക്കും. വീണ്ടും പോളിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് ഡിസ്റ്റൻസ് കേട്ടോ, 30 സെൻറ്റിമീറ്റർ. സാർ എന്തിനാ തലകുത്തിനെ വരച്ചത്? മക്കൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. റിയൽ ഇമേജ് ആണെങ്കിൽ, അതായത് സ്ക്രീനിൽ ലഭിക്കുന്ന തരം ഇമേജ് ആണ്, യഥാർത്ഥ ഇമേജ് ആണെങ്കിൽ അതെന്തായിരിക്കും? അത് തലകുത്തിനായിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും. എപ്പോഴും റിയൽ ഇമേജ് ഇൻവേർട്ടഡ് ആയിരിക്കും, യഥാർത്ഥ ഇമേജ് എപ്പോഴും തല കീഴായിട്ടായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ഞാൻ തലകുത്തിനെ വരച്ചത്. അങ്ങനെ വരയ്ക്കണം നിർബന്ധമൊന്നുമില്ല, പക്ഷേ അങ്ങനെ ആയിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. അപ്പം ബേസിക്കലി നമുക്ക് ഇതൊക്കെ തന്നിട്ട് അവർ പറയുകയാണ് ഫോക്കൽ ലെങ്ത് ചോദിക്കും. ആ ഇക്വേഷൻ കൊണ്ട് ഉപയോഗിച്ചാൽ പോരെ. എന്താ ഇക്വേഷൻ എന്താണ്? ഫോക്കൽ ലെങ്തിൻ്റെ 2 ഇക്വേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് വേണം എന്ത് ചെയ്യാം മക്കളെ, ഇത് ഉപയോഗിക്കാം. ഫോക്കൽ ലെങ്ത് നേരെ കിട്ടണമെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കായിരിക്കും ബുദ്ധി. അത് ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷേ നേരെ കിട്ടണമെങ്കിൽ ഇത് ഉപയോഗിക്കായിരിക്കും ബുദ്ധി. ഓക്കെ, നമുക്ക് നോക്കാം. എഫ് ഇസ് ഈക്വൽ ടു ഫോക്കൽ ലെങ്ത് നേരെ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് യു വി ഡിവൈഡ് ബൈ യു പ്ലസ് വി ഉപയോഗിക്കും. ഇനി യുവും വി എത്രയാണെന്നും കൂടെ നമ്മൾ കണ്ടുപിടിച്ചാൽ പരിപാടി തീരും. യു എത്രയാണ്? യു എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിലേക്കുള്ള ദൂരമാണ്. ഒബ്ജക്റ്റ് ഇതാണ്, ഇത് ഇമേജ് ആണ്. ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം എത്ര? 60 സെൻറ്റിമീറ്റർ ആണ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എത്രയേ ഉള്ളൂ, ഈ പോളിൽ നിന്ന് ലെഫ്റ്റിലേക്കുള്ളതൊക്കെ നെഗറ്റീവ് ആണ്, റൈറ്റിലേക്കുള്ളതൊക്കെ പോസിറ്റീവ് ആണ്. അപ്പോൾ ഈ 60 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ യു എസ് ഇക്കുള്ള 60 സെൻറ്റിമീറ്റർ ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആയിരിക്കും ഉണ്ടാവുക? മക്കളെ പറ, പോളിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നെഗറ്റീവ് ആണ്, റൈറ്റിലേക്ക് പോസിറ്റീവ് ആണ്. ഈ 60 സെൻറ്റിമീറ്റർ എന്നാൽ ലെഫ്റ്റിലേക്കാണ്, സോ മൈനസ് ആയിരിക്കും, നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ദൂരമൊക്കെ നെഗറ്റീവ്. റൈറ്റ് സൈഡിലേക്ക് ആയിരുന്നെങ്കിൽ നമുക്ക് പോസിറ്റീവ് എന്ന് എടുക്കുകയാണ്, പക്ഷേ ലെഫ്റ്റ് സൈഡിലേക്ക് ആയതുകൊണ്ട് യു ഇസ് -16 ആണ്. അതുപോലെ വി എന്ന് പറഞ്ഞാൽ ഇമേജിലേക്കുള്ള ദൂരം, പ്രതിബിംബത്തിലേക്കുള്ള ദൂരം, അതെന്താണ്? അത് 30 ആണ്. വി 30 ആണ്. പക്ഷേ പ്ലസ് ആണോ മൈനസ് ആണോ? വീണ്ടും ആലോചിച്ച് നോക്കുക. പോളിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണ് 30, സോ ഒന്നും ആലോചിക്കാനില്ല, നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായ സ്ഥിതിക്ക് എല്ലാം കൂടി അവിടെ ഇട്ട് കൊടുക്കുക. അത്രയുള്ള സമയം. യു എത്രയാണ്? യു എന്ന് പറഞ്ഞാൽ -60 ആണ്. സൈനോടെ സബ്സ്റ്റിറ്റ്യൂട്ട്, സൈനോടെ ഇട്ട് കൊടുക്കുക. വി എന്ന് പറഞ്ഞാൽ -30 ആണ്. ഡിവൈഡ് ബൈ യു എന്ന് പറഞ്ഞാൽ -60ഉം വി എന്ന് പറഞ്ഞാൽ -30. ഈ 60 × 30 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 × 3 എന്ന് പറഞ്ഞാൽ 18 ആണ്. പിന്നെ 2 0 കൂടെ ഉണ്ടാവും. മൈനസും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മൈനസും പോയി കിട്ടും. ഡിവൈഡ് ബൈ 60 + 30 എന്ന് പറഞ്ഞാൽ -90. -60 + -30 എന്ന് പറഞ്ഞാൽ -90. ഒരു 0 നമുക്ക് ഇവിടെ ഒഴിവാക്കാം. ആലോചിച്ച് നോക്കി, ഇവിടെ 18 ആണ് വന്നെങ്കിൽ 9 × 2 ആയിരിക്കും, 2 ആയിരിക്കും മുകളിൽ വരിക അല്ലേ. 18/9 എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും ആൻസർ. 180/9 എന്ന് പറഞ്ഞാൽ 20 ആയിരിക്കണം ആൻസർ. ശരിയല്ലേ? അപ്പോൾ 20 ആണ് ആൻസർ. പക്ഷെ ഒരു കാര്യം നമ്മൾ മറക്കുന്നത് എന്താണ്? താഴെ കിടക്കുന്ന മൈനസ്. മക്കളെ മുകളിൽ പ്ലസ്സേ ഉള്ളൂ, കാരണം ഈ മൈനസും പ്ലസ് ആയിപ്പോയി. പക്ഷെ താഴത്തെ മൈനസ് അവിടെ തന്നെ കിടപ്പുണ്ട്. താഴത്തെ മൈനസും കൂടി നമ്മൾ എവിടെ എഴുതണം? മുകളിൽ എഴുതണം. അത്രയും സെൻറ്റിമീറ്റർ ആയിരിക്കും എന്ത്? ഫോക്കസ് ദൂരം, ഫോക്കൽ ലെങ്ത്. അപ്പോൾ ഇങ്ങനെയാണ് പരീക്ഷയിൽ മാർക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. വളരെ സിമ്പിളാണ്, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ ഏത് ചോദ്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ ചോദ്യം മാത്രമല്ല, ഏത് ചോദ്യം ഇതുപോലെ വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു ചോദ്യം കൂടെ ചെയ്ത് നോക്കാം. ഒരു ചോദ്യം കൂടെ നമുക്ക് പബ്ലിക് പരീക്ഷയിൽ വന്ന ഒരു അടിപൊളി സൂപ്പർ ചോദ്യം നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതെങ്ങനെയാണ് ഉത്തരത്തിലേക്ക് എത്തിയെന്നുള്ള കാര്യം മനസ്സിലായി വിചാരിക്കുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം, അവസാനം ഫോക്കൽ ലെങ്ത് -ആണ് കിട്ടിയത്. അത് തെറ്റൊന്നുമില്ല, കറക്റ്റാണ്. കാരണം ഈ ഒരു മിറർ എന്ന് പറഞ്ഞാൽ കോൺകേവ് മിററാണ്. മക്കളെ നിങ്ങൾ ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കേണ്ടത്, കോൺകേവ് മിററിൻ്റെ ഫോക്കസ് ദൂരം എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. കോൺവെക്സ് ആണെങ്കിൽ ഫോക്കസ് ദൂരം പോസിറ്റീവ് ആയിരിക്കും. അത് ഓർത്ത് വെക്കാനും ട്രിക്ക് പറഞ്ഞുതരാം. കോൺകേവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താണ് മക്കളെ? കേവ് എന്ന് പറഞ്ഞാൽ ഗുഹ എന്ന് പറഞ്ഞാൽ ഡാർക്ക് ആയിരിക്കും, നെഗറ്റീവ് വൈബ് ആയിരിക്കും അല്ലേ. ഗുഹേൻ്റെ ഉള്ളിൽ പോയാൽ പോസിറ്റീവ് വൈബ് കിട്ടും, ഇല്ല നെഗറ്റീവ്, ഫുൾ ഡാർക്ക് നെഗറ്റീവ് വൈബ്. അപ്പോൾ ഫോക്കസ് ദൂരം നെഗറ്റീവ് ആയിരിക്കും, കോൺവെക്സ് പോസിറ്റീവ് ആയിരിക്കും. അത്രയേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? ഇത് ലെൻസിൻ്റെ കാര്യത്തിൽ വാലിഡ് ആണെന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. കോൺകേവ് ലെൻസ് ആണെങ്കിലും ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയിരിക്കും. കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ ഫോക്കസ് ദൂരം എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അതൊന്ന് ഓർത്ത് വെക്കുക, നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ കോൺകേവ് മിറർ തന്നെയാണ്. അപ്പോൾ ഫോക്കൽ ലെങ്ത് നെഗറ്റീവേ കിട്ടാൻ പാടുള്ളൂ, അല്ലെ നിങ്ങളുടെ ആൻസർ തെറ്റും. ഇവിടെ ഈ ഉത്തരത്തിന് പകരം നിങ്ങളുടെ +20 ആണ് കിട്ടിയെങ്കിൽ നിങ്ങൾ ഉത്തരം തെറ്റാന്ന് ഉറപ്പിച്ചോ, കാരണം നെഗറ്റീവ് കിട്ടാൻ പാടുള്ളൂ. ഓക്കെ, ഒരു ചോദ്യം കൂടി ചെയ്ത് നോക്കാം, നമുക്കൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഈ പ്രാവശ്യം നിങ്ങൾ ഈ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? വീഡിയോ ഒന്ന് പോസ് ചെയ്യുക. അല്ല, ഇത് വീഡിയോ പോസ് ചെയ്യാൻ മാത്രമല്ല. ഓക്കെ, നമുക്കിത് ഒരുമിച്ച് ചെയ്യാം. അടുത്ത ക്വസ്റ്റൻ ചെയ്യുമ്പോൾ നിങ്ങൾ വീഡിയോ പോസ് ചെയ്യുക. ഇതൊരു പുതിയ ക്വസ്റ്റനാണ്. 2022 പബ്ലിക് പരീക്ഷ ചോദ്യമാണ്. വെൻ ആൻ ഒബ്ജക്ട് ഓഫ് ഹൈറ്റ് 5 cm ഇസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 12 cm ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺകേവ് മിറർ, റിയൽ ഇമേജ് യഥാർത്ഥ ഇമേജ് വാസ് ഫോംഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 24 cm. ഒരു കോൺകേവ് ദർപ്പണത്തിന് മുന്നിൽ 12 സെൻറ്റിമീറ്റർ അകലെ 5 സെൻറ്റിമീറ്റർ ഉയരമുള്ള ഒരു വസ്തു വെച്ചപ്പോൾ ഒരു യഥാർത്ഥ പ്രതിബിംബം 24 സെൻറ്റിമീറ്റർ അകലെ ലഭിച്ചു. ചോദ്യം, കാൽക്കുലേറ്റ് ദ മാഗ്നിഫിക്കേഷൻ, ആവർത്തനം കണക്കാക്കുക.
മാഗ്നിഫിക്കേഷൻ എത്രയായിരിക്കും മക്കളെ? മാഗ്നിഫിക്കേഷൻ 2 ഇക്വേഷൻ നമുക്കറിയാം. മാഗ്നിഫിക്കേഷൻ ഒരു ഇക്വേഷൻ എന്നാണ് എം എസ് ഈക്വൾ ടു വി മൈനസ് വി ബൈ യു, പിന്നെ ഓൾസോ ഈസ് ഈക്വൾ ടു എച്ച് ഐ ബൈ എച്ച് ഒ, ഹൈറ്റ് ഓഫ് ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ്. ഇനി നിങ്ങൾ പറ കാൽക്കുലേറ്റ് മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? വെൻ ആൻ ഒബ്ജക്റ്റ് ഓഫ് ഹൈറ്റ് 5 cm പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 12 cm ഫ്രം മക്കളെ ഇവിടെ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് തന്നിട്ടുണ്ട്. ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്, പക്ഷേ ഇമേജിൻ്റെ ഹൈറ്റ് നമുക്ക് ഇല്ല. അപ്പോൾ മാഗ്നിഫിക്കേഷൻ ആ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. 2 പേരും ഉണ്ടെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പറ്റില്ല. അപ്പോൾ രണ്ടാമത്തെ ഫോർമുല ഉപയോഗിക്കേണ്ടി വരും. മൈനസ് വി ബൈ യു ഉപയോഗിക്കേണ്ടി വരും. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ വിയും യു ഒക്കെ തന്നിട്ടുണ്ട്, പക്ഷെ അത് സൈനോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? അത് പോസിറ്റീവ്. ഇത് 12ഉം പിന്നെന്താണ് 24ഒക്കെ തന്നത് സൈനോടെ അല്ല അവർ തന്നിരിക്കുന്നത്. നമ്മൾ സൈൻ ആക്കണം. അത് നെഗറ്റീവാണ് പോസിറ്റീവ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് വേണം അവിടെ കൊണ്ടിടാം, അല്ലാണ്ട് ഇട്ടാൽ പണി കിട്ടും. ഓക്കെ, അപ്പോൾ ആലോചിച്ച് നോക്കി. വീണ്ടും കോൺകേവ് മിററാണ്. വരച്ച് നോക്കേണ്ട ആവശ്യമില്ലെങ്കിലും നമുക്ക് വരച്ച് നോക്കാം. കോൺകേവ് മിററാണ്. ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് 5 cm ആണ്. ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് എവിടെയാണ്? ഫസ്റ്റ് വെച്ചിരിക്കുന്നത് 12 cm അകലെയാണ്. മിററിൽ നിന്ന് 12 cm അകലെ എപ്പോഴും മുകളിലാണ് നമ്മൾ വെക്കുക കേട്ടോ. ഒബ്ജക്റ്റ് എപ്പോഴും മുകളിൽ ലെഫ്റ്റിലാണ് വെക്കുക, എപ്പോഴും ഓർത്തേക്കും. 12 cm അകലെയാണ് ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. ഇപ്പം തന്നെ വേഗം പറഞ്ഞേ, യു എത്രയായിരിക്കും? ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 12 ലെഫ്റ്റിലേക്കാണ്. സോ -12. എന്താ സംശയം? ലെഫ്റ്റിലേക്കല്ലേ 12? ലെഫ്റ്റിൽ. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി, എപ്പോഴും യു മൈനസ് ആയിരിക്കും. കാരണം യു എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിലെ ഡിസ്റ്റൻസ് ആയിരിക്കും. ഒബ്ജക്റ്റ് എപ്പോഴും ലെഫ്റ്റിലാണ് വെക്കുക, അപ്പോൾ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ യു എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അത് ഓർത്ത് വെച്ചോ. വി നമുക്കറിയില്ല. വി ഇമേജിലെ ഡിസ്റ്റൻസ് ഞാൻ പറയില്ല. ഇമേജ് ലെഫ്റ്റിലാണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും, റൈറ്റിലേക്കാണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും, ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെയല്ല ഇവിടുത്തെ ഇമേജിൻ്റെ കാര്യം എന്താണ്? റിയൽ ഇമേജ് വാസ് ഫോംഡ് ഡിസ്റ്റൻസ് ഓഫ് 24 cm. റിയൽ ഇമേജ് ഫോം ചെയ്ത് എവിടെയാണ്? 24 cm അകലെ റിയൽ ഇമേജ് ആണ്. അതായത് സ്ക്രീനിൽ പതിഞ്ഞ ഇമേജ് ആണ്, യഥാർത്ഥ ഇമേജ് ആണ്. അതിൻ്റെ അർത്ഥം അത് ഇവിടെയാണോ അപ്പുറത്താണോ? മക്കളെ ഇവിടെയാണെങ്കിലല്ലേ സ്ക്രീനിൽ കിട്ടുള്ളൂ. ഉള്ളിലാണ് സ്ക്രീനിൽ കിട്ടുക, ഉള്ളിൽ സ്ക്രീനില്ലല്ലോ. അപ്പം 24 cm ആയി ഇവിടെയാണ് ഫോം ചെയ്യുന്നത്. തലകുത്തന്നെ. റീലാണ് എപ്പോഴും തലകുത്തന്നെ ആയിരിക്കും. 24 cm ആകും. അത് കിട്ടി. അപ്പോൾ വി എന്തായിരിക്കും? വിയും 24 ആയിരിക്കും. പക്ഷേ എന്ത് 24 ആയിരിക്കും? വീണ്ടും ലെഫ്റ്റിലേക്കാണ്, -24 ആയിരിക്കും. ഇനി ചോദിച്ചിരിക്കുന്ന ഫോക്കൽ ലെങ്ത് നമുക്ക് അവസാനം വേണമെങ്കിൽ റെസ്റ്റ് കണ്ടുപിടിക്കാം. അവിടെ ചോദിച്ചിട്ടുണ്ടോ? ഒരു ചോദിച്ചിട്ടില്ല. നമുക്ക് അവസാനത്തിൽ വേണമെങ്കിൽ റെസ്റ്റ് കണ്ടുപിടിക്കാം. അതവിടെ നിൽക്കട്ടെ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? കാൽക്കുലേറ്റ് മാഗ്നിഫിക്കേഷനാണ്. അപ്പോൾ വിയും യു ഉണ്ട്. മാഗ്നിഫിക്കേഷൻ്റെ ഫോർമുല വെച്ച പരിപാടി തീരില്ലേ? നിങ്ങൾ ആലോചിച്ച് മാഗ്നിഫിക്കേഷൻ്റെ ഫോർമുല എന്താണ്? -v/u ആണ്. ശ്രദ്ധിക്കുക, ഈ മൈനസ് ഫോർമുലയിലുള്ള മൈനസാണ്, വേറെ മൈനസ് ഒന്നുമല്ല. ഇനി നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. -v എത്രയാണ്? /u എത്രയാണ് ചെയ്യുക? മൈനസ് ഫോർമുലയിലുള്ള മൈനസ്. വി എത്രയാണ് മക്കളെ? വി എന്ന് പറഞ്ഞാൽ -24 യു എന്ന് പറഞ്ഞാൽ -12. അപ്പോൾ സൈനോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. -24 വേണമെങ്കിൽ -12. ഒബ്വിയസ്ലി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഈ മൈനസ് കൊണ്ട് കട്ടായി പോകും. അപ്പോൾ മൈനസ് എഴുതിയോട് കാര്യം ഉണ്ടായില്ല. പക്ഷേ ആ മൈനസ് ഒന്നും എഴുതാണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതെങ്കിൽ പരീക്ഷയിൽ സ്റ്റെപ്പിന് മാർക്ക് കിട്ടില്ല. പിന്നെ വേറെ ഒരു കാര്യം, ഇവിടെ മൈനസ് കട്ടായി പോയതുകൊണ്ട് ഭാഗ്യം, പക്ഷെ എപ്പോഴും കട്ടായി പോകണമെന്നില്ല. 12 24 എന്ന് പറഞ്ഞാൽ 2 ആണ് വരിക. കാരണം 12 2 ആണ് 24. പക്ഷേ -1 പുറത്തുണ്ട്. സോ -2 ആയിരിക്കും ആൻസർ. അപ്പോൾ മാഗ്നിഫിക്കേഷൻ ആവർത്തനം എത്രയാണ്? -2 ആണ് നമ്മുടെ മാഗ്നിഫിക്കേഷൻ. അപ്പോൾ ധൈര്യമായിട്ട് ആൻസർ എഴുതാം -2. ക്ലിയർ ആണല്ലോ? ശരി. ഫൈൻഡ് ദി ഹൈറ്റ് ഓഫ് ദി ഇമേജ്. ഇമേജിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കുക. അതെങ്ങനെ ചെയ്യുന്നീ? ഇമേജിൻ്റെ ഹൈറ്റ് തന്നില്ലേ, പിന്നെ എങ്ങനെ കണ്ടുപിടിക്കുക? വളരെ സിമ്പിളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. നേരത്തെ നിങ്ങൾക്ക് ഇമേജിൻ്റെ ഹൈറ്റില്ലായിരുന്നു, ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റില്ലായിരുന്നു, മാഗ്നിഫിക്കേഷനും ഇല്ലായിരുന്നു. മാഗ്നിഫിക്കേഷൻ h/h ഉപയോഗിക്കുമ്പോൾ 2 പേരില്ല, അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷേ ഇപ്രാവശ്യം മാഗ്നിഫിക്കേഷൻ -2 കിട്ടി, നമ്മൾ കണ്ടുപിടിച്ചു. മാഗ്നിഫിക്കേഷൻ ഉണ്ട്, ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഉണ്ട്, ഇവൻ മാത്രമേ ഇല്ലാത്തുള്ളൂ. അപ്പോൾ അവനെ കണ്ടുപിടിക്കാൻ എന്താ ബുദ്ധിമുട്ട്? ഇനി അവൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ ഉപയോഗിച്ച് ഹൈറ്റ് ഓഫ് ഇമേജ് കണ്ടുപിടിക്കുന്ന നോക്കിയോ. m = hi/h ആണ്. hi ആണ് നമുക്ക് വേണ്ടത്, ഈ ഹൈറ്റ് ഓഫ് ഇമേജ് ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഇവനെ അങ്ങോട്ട് പറഞ്ഞുവിടാം, ഇവനെ മുകളിലേക്ക് പറഞ്ഞുവിടാം. അപ്പോൾ hi = നമുക്ക് കിട്ടും h അങ്ങോട്ട് പോയാൽ m × h. മാഗ്നിഫിക്കേഷൻ നമുക്കറിയാം -2 ആണ്. അപ്പോൾ മൈനസോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ, -2 നമ്മൾ കണ്ടുപിടിച്ചു. ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് എന്താണ്? ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് അവർ പറഞ്ഞാൽ 5 cm ആണ്. മക്കളെ ഒബ്ജക്റ്റ് എപ്പോഴും നമ്മൾ മുകളിലാക്കുക, മുകളിലേക്കുള്ള ഹൈറ്റ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എപ്പോഴും ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് പോസിറ്റീവ് ആയിരിക്കും. എപ്പോഴും നമ്മൾ ഒബ്ജക്റ്റ് മുകളിലാക്കുക, മുകളിലേക്കുള്ള ഹൈറ്റ് പോസിറ്റീവ് ആയിരിക്കും. സോ h എന്തായിരിക്കും? h പോസിറ്റീവ് ആയിരിക്കും. സോ -2 × h എത്രയാണ്? 5 cm എന്നല്ല പറഞ്ഞവർ പോസിറ്റീവ് ആയിരിക്കും കേട്ടോ. 5 × 2 എന്ന് പറഞ്ഞാൽ 10, മൈനസ് കൊണ്ടുള്ളതാണ് -10 cm. -10 cm ആയിരിക്കും നമ്മുടെ ഹൈറ്റ് ഓഫ് ഇമേജ്. ഇമേജിൻ്റെ ഹൈറ്റ് എത്രയായിരിക്കും? ഈ ഹൈറ്റ് താഴേക്കുള്ള ഹൈറ്റ് 10 cm ആയിരിക്കും. സാർ -10 അല്ലേ സാർ? എന്നിട്ട് 10 മക്കളെ ഈ മൈനസ് കാണിക്കുന്നത് എന്താണ്? ഹൈറ്റ് മൈനസ് എന്ന് പറഞ്ഞാൽ താഴേക്കാണെന്നാണ്, ഇൻവേർട്ടഡ് ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്.
അല്ലാണ്ട് മനസ്സിലായി ഇത് വരികയും -10 അല്ലേ, കാരണം താഴെ കൈകൊണ്ട് -10 നിങ്ങൾ 10 എന്ന് എഴുതാൻ -10, പക്ഷേ അവസാനം ആൻസർ എഴുതുമ്പോൾ HI = അതായത് ഹൈറ്റ് ഓഫ് ഇമേജ് = -10 എഴുതണം. അപ്പോൾ ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദി ഇമേജ് -10 സെൻറ്റിമീറ്റർ അതാണ് എഴുതണം കേട്ടോ. ഡയഗ്രാമിൽ കാണിക്കുമ്പോൾ 10 സെൻറ്റിമീറ്റർ തന്നെയാണ്, കാരണം ഡയഗ്രാമിൽ അണ്ടർസ്റ്റുഡ് ആണ്, താഴേക്കാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ബേസ്ഡ് ഓൺ മാഗ്നിഫിക്കേഷൻ ഹൗ ക്യാൻ വി പ്രെഡിക്റ്റ് വെദർ ദി ഇമേജ് ഇസ് ഫോംഡ് ഇസ് ഇറക്റ്റ് ഓർ ഇൻവേർട്ടഡ്? ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബം നിവർന്നിട്ടാണോ തല കീഴായാണോ എങ്ങനെ ആവർത്തനത്തിൻ്റെ അടിസ്ഥാനമാക്കി എങ്ങനെ നമുക്ക് നിർണ്ണയിക്കാം? വളരെ സിമ്പിളാണ്. ഈ മാഗ്നിഫിക്കേഷൻ്റെ ആവർത്തനത്തിൻ്റെ അവസാനത്തെ ഉത്തരത്തിൽ അതിൻ്റെ വാല്യൂവിൽ ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ, മാഗ്നിഫിക്കേഷനിൽ ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും, തല കീഴായിട്ടുള്ള ഇമേജ് ആയിരിക്കും. അതിൽ നെഗറ്റീവ് ഒന്നുമില്ല, +2 അല്ലെ +3 ആണെങ്കിൽ അതൊരു ഇറക്റ്റ് ഇമേജ് ആയിരിക്കും, നിവർന്നുള്ള ഇമേജ് ആയിരിക്കും. ഇത്രയും മനസ്സിലാക്കണം. അപ്പോൾ ആലോചിച്ച് നോക്കി, ഇവിടെ -2 ആണ്, അവിടെ നെഗറ്റീവ് ഉണ്ട് ഉറപ്പിച്ചോ, ദാറ്റ് വിൽ ബി ഇൻവേർട്ട്, തല കീഴായിട്ടായിരിക്കും. നമ്മൾ കണ്ട പോലെ തന്നെ, നമ്മൾ കണ്ട എക്സാമ്പിൾ മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് പരീക്ഷ ചോദ്യങ്ങൾ വരാൻ പോകുന്നത്. ഇങ്ങനെ ഇനി ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഒരു ഹോംവർക്കായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേ ചോദ്യത്തിൻ്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുക. ഈ മിററിൻ്റെ ഫോക്കസ് ദൂരം നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. F = UV/U+V ഉപയോഗിക്കുക. നമുക്ക് ഒരു ഒറ്റ ചോദ്യം കൂടെ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചോദ്യം അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് ചോദ്യം നമുക്ക് 100% മാർക്ക് ഉറപ്പാക്കാം. ഓക്കെ, വെൻ an object is placed at a distance of 30 cm in front of the mirror, an image is obtained 15 cm on the same side. Write the values of U and V according to the new Cartesian and convention. Calculate the focal length of the given mirror. വളരെ സിമ്പിൾ. ആലോചിച്ച് നോക്കിയൊക്കെ, ഒബ്ജക്റ്റ് ഇസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 30 cm. അപ്പോൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എത്രയാണ്? ഇനി മിററൊന്നും വരയ്ക്കുന്നൊന്നുമില്ല, നേരെ ചെയ്യുന്നുള്ളൂ കേട്ടോ. ബൈ ദ വേ, ഈ ക്വസ്റ്റൻ നിങ്ങൾ പോസ് ചെയ്തിട്ട് സ്വന്തമായി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പോസ് ചെയ്യുക, സ്വന്തമായി ട്രൈ ചെയ്ത് നോക്കുക. ആൻസർ കമൻസിൽ ഇടുക. തെറ്റാണോ ശരിയാണോ നോക്കണ്ട, അതൊന്നും നോക്കണ്ട, നിങ്ങൾ ആൻസർ കമൻസിൽ ഇടുക, എന്നിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്താലേ എന്തെങ്കിലും കാര്യമുള്ളൂ, വെറുതെ നോക്കി ഇരുന്നിട്ട് കാര്യമില്ല. ഓക്കെ, റെഡി? അപ്പോൾ പോസിറ്റീവ് സ്വന്തമായിട്ട് ചെയ്തു വിചാരിക്കുന്നു, ആൻസർ നിങ്ങൾ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുന്നു, കള്ളത്തരം കാണിക്കരുത്. ഓക്കെ, U എത്രയാണ്? ഒബ്ജക്റ്റിലെ ഡിസ്റ്റൻസ് 30 ആണ്. പക്ഷേ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒബ്ജക്റ്റ് വെക്കാൻ പോകുന്ന ലെഫ്റ്റിലേക്കുള്ളത് ഒരു നെഗറ്റീവ് ആണ്. സോ ദിസ് വിൽ ബി -30 എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. -30 ആയിരിക്കും ഒബ്ജക്റ്റിലെ ഡിസ്റ്റൻസ്. ഇൻ ഫ്രണ്ട് ഓഫ് മിറർ ആൻഡ് ഇമേജ് ഇസ് ഒബ്റ്റെയിൻഡ് അറ്റ് 15 cm ഓൺ ദ സെയിം സൈഡ്. ഇമേജ് ലഭിച്ചത് അതേ സൈഡ് തന്നെയാണ്, അതായത് ലെഫ്റ്റ് സൈഡ് തന്നെയാണ്. അപ്പോൾ ഇമേജിലേക്കുള്ള ദൂരം 15 എന്ന് പറയുമ്പോൾ എന്ത് 15 ആയിരിക്കും? 15 തന്നെയായിരിക്കും. പക്ഷേ എന്ത് 15 ആയിരിക്കും മക്കളെ? സെയിം സൈഡിലാണ് കിട്ടിയിരിക്കുന്നത്. ഒബ്ജക്റ്റ് വെച്ച് അതേ സൈഡിലാണ്, ഒബ്ജക്റ്റ് ലെഫ്റ്റിലാണ് വെച്ചിരിക്കുന്നത്, ഇമേജ് ലെഫ്റ്റിലാണ് കിട്ടിയിരിക്കുന്നത്. സോ ആ 15 എന്തായിരിക്കും? -15 ആയിരിക്കില്ലേ? അത് കിട്ടി. അപ്പോൾ റൈറ്റ് ദ വാല്യൂസ് ഓഫ് U and V അക്കോർഡിംഗ് ടു ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ പ്രകാരം നമ്മൾ എഴുതി കഴിഞ്ഞു ഓൾറെഡി. U -30 V -15 അത് കിട്ടി. അടുത്ത ചോദ്യം എന്താണ്? കാൽക്കുലേറ്റ് ദ ഫോക്കൽ ലെങ്ത്. ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം കണക്കാക്കുക. കോമഡി, നമുക്കറിയാമല്ലോ ഇക്വേഷൻ അറിയില്ലേ? F = UV/U+V അല്ലെ 1/F = 1/U+1/V ചെയ്യാം, 1/V ചെയ്യാം. U എത്രയായിരിക്കും? -30 ആയിരിക്കും, മറ്റേത് -15 ആയിരിക്കും, പിന്നെ -30 + -15. 15ൻ്റെ 3 എന്ന് പറഞ്ഞാൽ 40, മൈനസും പോയി, ഇവിടുത്തെ മൈനസ് മൾട്ടിപ്ലൈ ചെയ്ത് പോകും. 15ൻ്റെ 3 എന്ന് പറഞ്ഞാൽ 45 ആണ്, 30 ആയതുകൊണ്ട് 450, +450. -15ഉം -30 രണ്ടും കൂടി ആഡ് ചെയ്താൽ -45 കിട്ടും. ഇവിടെ രണ്ടും കൂടി കട്ട് ചെയ്താൽ 10 കിട്ടും, കാരണം 45ൻ്റെ 10 ആണ് 450, പക്ഷേ മൈനസ് ഉണ്ട്. സോ -10 സെൻറ്റിമീറ്റർ ആയിരിക്കും. -10 സെൻറ്റിമീറ്റർ വിൽ ബി ദ ഫോക്കൽ ലെങ്ത്. സിമ്പിൾ. അപ്പോൾ ഇങ്ങനത്തെ പരീക്ഷയിൽ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ എല്ലാവരും ചെയ്തോളൂല്ലോ, അത്രയും മതി. ഓക്കെ, 4 മാർക്കിനോ 3 മാർക്കിനോ മിക്കവാറും ഈ ചോദ്യം ചോദിക്കുക. 100% എല്ലാ പരീക്ഷയിലും, ഓണപരീക്ഷ ആയിക്കോട്ടെ, ഓണപരീക്ഷയിൽ ഉണ്ടാവില്ല കാരണം ഈ ചാപ്റ്ററില്ല, ക്രിസ്മസ് പരീക്ഷയിലും പബ്ലിക് എക്സാമിന് എന്തായാലും നിങ്ങളുടെ പേപ്പറിൽ 3-4 മാർക്കിന് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഇതുപോലത്തെ ഒരു ചോദ്യം എന്തായാലും ഉണ്ടാവും. ഇത്രയും നിങ്ങൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ പറ്റും, ആ 4-3 മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യുക. ഷെയർ ചെയ്യാത്തവരൊക്കെ ഷെയർ ചെയ്ത് നിങ്ങൾ എല്ലാ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. നമ്മുടെ ചാനലിൽ അവർക്കും യൂസ്ഫുൾ ആയി കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്. എക്സാമിനറിൽ നിന്ന് എല്ലാ ആശംസകളും നേരുന്നു. നിങ്ങളുടെ പരീക്ഷയിൽ നിങ്ങൾക്ക് ഫുൾ മാർക്കും ഫുൾ A+ നേടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ നമുക്ക് കാണാം.